സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ എം പി രാജേഷ്, ഇവിടെ ഈ പാർട്ടി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ചാമക്കാല പറഞ്ഞ കാര്യങ്ങൾക്ക് അങ്ങേക്ക് മറുപടി നൽകാം. അതുപോലെ തന്നെ കള്ളപ്പണക്കാരനാണോ വെള്ളാപ്പള്ളി എന്ന കാര്യത്തിൽ എന്തെങ്കിലും വീണ്ടും വിചാരമുണ്ടോ എന്ന കാര്യം രമേശ് ചോദിക്കുന്നു, അതിന് മറുപടി പറയാം. ഇവിടെ എം ടി രമേശ് മുഖ്യമന്ത്രിയെക്കുറിച്ച്, പിണറായിയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ ഇത്രമാത്രം ആരാധന ഈ രമേശിൻ്റെ മനസ്സിലും പിണറായിയെക്കുറിച്ചുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വലിയ സന്തോഷം തോന്നുന്നു. നഖശികാന്തം പിണറായിയെയും CPM-നെയും എതിർക്കുന്ന രമേശിൻ്റെ ഉള്ളിലുള്ള ആരാധന ഇങ്ങനെ അറിയാതെ പുറത്തു വരികയാണ്. പിണറായി ആയതുകൊണ്ട് അങ്ങനെ കരുതിയില്ല, പിണറായി അങ്ങനെയുള്ള ഒരാളല്ല എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞങ്ങൾക്കും ഇതിലുള്ള ധൈര്യം എന്ന് പറയുന്നത്. രമേശിനെ പോലൊരാൾക്ക് ഇത്രയും ഉള്ളിൽ ആരാധനയുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ BJP അനുഭാവിക്കും ഒക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ഇവരെയും പരിഭ്രാന്തരാക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ എന്തോ കടലാസെടുത്ത് വായിക്കുന്നത് കണ്ടു. അതേത് ഡോക്യുമെൻ്റിനെ കുറിച്ചാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും എന്തെങ്കിലും കടലാസ് വായിച്ചാൽ അതിനൊന്നും എനിക്ക് സമാധാനം പറയേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവർ 2 പേരും വേണു അടക്കം 3 പേരും ആരെങ്കിലും ഒരു വീട്ടിൽ കയറി ചായ കുടിക്കുമ്പോഴേക്കും ഇങ്ങനെ കാൽമുട്ടിടിക്കുന്നത് എന്തിനാണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വളരെ വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു സാധാരണ യാദൃശ്ചികമായ ഒരു ഉപചാരം, ആ ഉപചാരം പോലും കേരളത്തിൽ ഇന്ന് നടത്താൻ പറ്റാത്തത്ര നിങ്ങളൊരു പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്തിനാ? കഴിഞ്ഞ ദിവസമാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ മകൻ്റെ വിവാഹത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു, ഞാനും പങ്കെടുത്തിരുന്നു. അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് പോയത്. അവിടെ വെച്ച് ജ്യോതികുമാർ ചാമക്കാലയെ കാണുകയും ചെയ്തു. ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ? വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവരാണെന്നതുകൊണ്ടോ വ്യത്യസ്ത നിലപാടുള്ളവരാണ് എന്നതുകൊണ്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ മാന്യത ശരി, പക്ഷേ ഈ മറുവശത്തുള്ളവർ ഒരു ബലതന്ത്രം പയറ്റുന്നവരാണെന്ന് നിങ്ങൾ നിഷേധിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ഈ അധികാര ചങ്ങാത്തം ഏതൊക്കെ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയും എന്നതിനെ പറ്റിയും നിങ്ങൾക്കൊക്കെ നല്ല ജാഗ്രത ഉണ്ടാകുമല്ലോ. അതിനു വഴിവെക്കുന്ന ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിൽ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ഒരു ഉപചാരമാണ്, ഒരു ആതിഥ്യ മര്യാദയാണ് എന്ന് നാം അങ്ങോട്ടേക്ക് അതിനോട് പുലർത്തുന്ന ഒരു സമീപനമാണ്. തിരിച്ചിങ്ങോട്ടേക്ക് സാമുദായിക സംഘടനാ നേതാക്കന്മാരെ തിണ്ടനിറങ്ങാൻ ഞങ്ങൾ പോകില്ല എന്ന് പറയാതിരുന്നാൽ മതി. ശരി ശരി, ഒന്ന് രമേശ് ഒന്ന് കൂട്ടിച്ചേർത്തുള്ളൂ. രാജേഷ് മറുപടി പറഞ്ഞോളൂ. അതെ, ചോദ്യം എന്നോടാണോ? അതെ. ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിനല്ല പോയത് എന്നത് വ്യക്തം. കാരണം മാധ്യമങ്ങളുടെ മുഴുവൻ സാന്നിധ്യത്തിലാണ് സന്ദർശനം. മാധ്യമങ്ങളെ പുറത്താക്കിയിട്ട് ഒരു ചർച്ചയും അവിടെ നടന്നതായി നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. വേണുവിന് തന്നെ വളരെ കഷ്ടപ്പെട്ട് സമ്മതിക്കേണ്ടി വന്നു. വേണു ഇവർക്ക് 2 പേർക്കും ഇന്ധനം വേണ്ടത്ര പകർന്നു കൊടുക്കുന്നുണ്ട്. ഒരു നിഷ്പക്ഷ ആങ്കർ എന്ന മര്യാദ പോലും പുലർത്താതെ പകർന്നു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും വേണുവിന് പറയേണ്ടി വന്നു, ഒരു പോയി ചായ കുടിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ലെന്ന് പറയേണ്ടി വന്നു, പറയേണ്ടി വന്നു. അപ്പൊ പ്രശ്നം നിങ്ങൾക്ക് തന്നെ അതറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം അതിൽ തെറ്റില്ല എന്ന്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. ഞങ്ങൾക്ക് സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ. പക്ഷേ അങ്ങനെ വേണു നല്ലത് ഞങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയെ സഹായിച്ചു, ഇവരാകെ ഗതികെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് സഹായിച്ചു, അത് നിഷേധിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്നവർക്ക് തന്നെ അറിയാം ഇതിങ്ങനെയല്ല എന്ന്. നിങ്ങളുടെ രാഷ്ട്രീയ ഗതികേട് കൊണ്ടാണ് നിങ്ങൾ ഇതുപോലൊരു സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നതാണ് വസ്തുത. അതാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് മറുപടിയേ പറഞ്ഞില്ല. വേണുവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതിലുണ്ട്. ഇവരുടെ വിലപേശൽ ശേഷി എന്നൊക്കെ പറഞ്ഞല്ലോ. LDF സർക്കാർ അധികാരത്തിൽ വന്നു, 5ാം മന്ത്രി വിവാദം LDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ താക്കോൽ സ്ഥാന വിവാദവും LDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസം ഉണ്ട്. ഞങ്ങൾക്ക് ആരോടും ശത്രുതയുടെ പ്രശ്നമൊന്നുമില്ല, ആരെയും കണ്ടാമിണ്ടില്ല എന്നുള്ള നിലപാടില്ല, ആരുമായിട്ടും ചർച്ച ചെയ്യില്ല എന്നോ കാണില്ല എന്നുള്ള നിലപാടില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ ഗവൺമെന്റ്, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ആരും കാണാൻ ശരി ഞാൻ ഇടപെടുകയാണ് രാജേഷ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോ ഈ കൂടിക്കാഴ്ചയെ ഒരു ചായ കൂടി സൗഹൃദം, ആതിഥ്യ മര്യാദ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ്. അതൊരു അസാധാരണ സംഗതിയൊന്നുമല്ല. കാരണം ഇവർ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവരുടെ മുൻകൈയിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് 120ഓളം സംഘടനകളുള്ള, ജാതി സംഘടനകളുള്ള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തന്നെ
എന്താണ് താലൂക്ക് അടിസ്ഥാനത്തിലോ മറ്റോ വരെയുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ അത് വളരെ സജീവമാക്കി നിലനിർത്താൻ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കാലത്ത് യാതൊരു തരത്തിലും നിർവീര്യമാക്കപ്പെടുന്ന ഒന്നാണ് എന്നതിനെ കാണാനും കഴിയില്ല. ഈ കൂടിക്കാഴ്ചയിലും അത്തരം ചില സൂചനകൾ വരികയാണ്. അതായത് സീറ്റ് ചർച്ചയിലേക്ക് പോലും കടന്നിരിക്കുന്നു എന്ന്. ഇപ്പോൾ CPI ഒരു മന്ത്രിയും കൂടി ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. മാവേലിക്കരയിൽ പുന്നല ശ്രീകുമാറിനെ നിർത്തുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ ചാലക്കുടിയിൽ SNDPക്ക് സ്വീകാരന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ പറ്റിയോ ഒക്കെയുള്ള ആലോചനകളുടെ തുടക്കം അവിടെ നടന്നിരിക്കുന്നു. വെറും ചായയുടെ കടുപ്പവും മധുരവും പറഞ്ഞുള്ള പിരിയലായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. രമേശെ അതുകൊണ്ട് ചാലക്കുടിയിൽ BDJS സീറ്റ് ആവശ്യപ്പെടാനിടയില്ല എന്നും കേൾക്കുകയാണ്. അപ്പോൾ ഒരു ഉപജാപത്തിൻ്റെ സ്വഭാവം എവിടെയൊക്കെയോ കണ്ടു തുടങ്ങുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും. വേണു, മാവേലിക്കരയിൽ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാൻ വേണ്ടിയല്ലോ ചർച്ചയ്ക്ക് പോയത്. പുന്നല ശ്രീകുമാറിന് വേണ്ടിയല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണ് പുന്നലയായിട്ടല്ലേ ചർച്ച ചെയ്യേണ്ടത്? അങ്ങനല്ലേ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യേണ്ടത്? എനിക്കറിയില്ല, അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവാം, ഇല്ലായിരിക്കും, അതൊക്കെ അവരുടെ. എന്ന് മാത്രമല്ല അടുത്ത ദിവസം ഈ ചാലക്കുടിയിൽ നിന്നുള്ള SNDP നേതൃത്വത്തിൽ SNDPയുടെ ആ ഭാഗത്തെ നേതാക്കന്മാരെ കാണാൻ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് അവരുടെ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്തിനാണ് ഇത്ര ബേജാറാകുന്നത് രാജേഷ് എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, സ്വാഭാവികമാണ്, രാഷ്ട്രീയം ആകാം, അവർക്കാകാമല്ലോ. പക്ഷേ അത് പറഞ്ഞിട്ടാകുന്നേ. ഞങ്ങൾ ഇത്തരത്തിൽ ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാ സാമുദായിക സംഘടനകളെ യോജിപ്പിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ രാജേഷ് ആവർത്തിച്ച് ചോദിക്കുന്നതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഈ 5ാം മന്ത്രിയും താക്കോൽ സ്ഥാനവും ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പല വീഴ്ചകളുടെയും ഭാഗമായിട്ടാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നമേ? ഞങ്ങൾ പ്രതിപക്ഷത്താണിപ്പോൾ, ഞങ്ങളുടെ പല ഭാഗത്തുനിന്നുള്ള പല വീഴ്ചകളുടെയും ഭാഗമായിട്ടാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുമ്പോൾ, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ 3 മന്ത്രിമാർ രാജിവെക്കേണ്ടി വന്നില്ലേ? ഇതിനകം വെച്ച് തിരിച്ചു വന്നിട്ടുണ്ടാവാം. ചിറ്റപ്പൻ മന്ത്രിയായിട്ടില്ലേ ഒരാൾ കൊച്ചാപ്പ മന്ത്രിയായില്ലേ, ഒരാൾ ഞാൻ പറയണ്ടല്ലോ പൂച്ചക്കുട്ടിയായില്ലേ. ഇതൊക്കെ ഇതിനകത്ത് എല്ലാവരും അങ്ങ് പുണ്യവാളന്മാരാണെന്നും പറയണ്ട. നിങ്ങൾ കൊട്ടിഘോഷിച്ച് ഞങ്ങളുടെ വിഴിഞ്ഞം ഇതിനെ കൊണ്ടുവന്നു ഏതാണ്ട് CAG ഏതാണ്ട് പറഞ്ഞിരിക്കുന്നു. ജ്യോതി, ഇവിടുത്തെ പ്രശ്നം മന്ത്രിമാരാണ് വെള്ളാപ്പള്ളിയെ പോയി കണ്ടത്. അതെ, MP രാജ് ചൂണ്ടിക്കാട്ടുന്നത് മന്ത്രിസഭാ രൂപീകരണത്തിൽ പെരുന്ന ഇടപെട്ട കാര്യം. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇടപെടണമെങ്കിൽ LDF ഒരു കൺവീനറില്ലേ, CPM ഒരു സംസ്ഥാന സെക്രട്ടറി, ആ പാവപ്പെട്ടവനെ നാട് മൊത്തം ജാഥയും കൊടുത്ത് വിട്ടിട്ട് ഈ പുള്ളി വരും തീരുമാനിച്ചാൽ മതിയോ? അപ്പോൾ പുള്ളിയാണ് ഏകാധിപതി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതായിക്കോട്ടെ, ഇനി ഈ പുള്ളി പറയുന്നത് മറ്റേ പുള്ളിക്കും ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്നു പറച്ചിലുണ്ടാകണം. ഞങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തി നിങ്ങളെല്ലാം മതസമുദായ സംഘടനകൾ പറയുന്നവർ കേൾക്കുന്നത് മാത്രമേ കേൾക്കൂ എന്ന് പറയുകയും ഇവർ പിൻവാതിലൂടെ അവിടെ പോവുകയും ചെയ്യുന്നതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പറയുന്നു പോയതിനെ പോലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രം പോയാണെന്ന് പറയുന്നത്. ഞങ്ങൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ സെക്രട്ടറി ആണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ഞങ്ങളുടെ നേതൃത്വമൊക്കെ പലപ്പോഴും അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്, ഇനിയും സംസാരിക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾ പോകില്ല എന്ന് പറയുകയും എന്നാലോട്ട് പോയ വഴിക്ക് ഞങ്ങളിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ കയറിയിരുന്ന് പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ അവിടെയാണ് ഇരട്ടതാപ്പ് എന്ന് പറയുന്നത്. അവരോടൊപ്പം നിന്നാൽ, LDFനോടൊപ്പം നിൽക്കുമ്പോഴെല്ലാം അവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനങ്ങളാകുന്നു, അവരെല്ലാം മാന്യന്മാരാകുന്നു. എതിർത്താലോ അവരെല്ലാം വർഗീയവാദികളാകുന്നു. ആ നിലപാട് മാറ്റണമെന്നേ പറയുന്നുള്ളൂ. അത് നിങ്ങൾ പച്ചയായി പറയൂ. ഇനി ഞാൻ പറഞ്ഞ ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ച് ഞാൻ കാര്യത്തിലേക്ക് തന്നെ വരാം. ഞാനിതൊന്നും തമാശയായിട്ട് കാണുന്നില്ല. അങ്ങയുടെ പാർട്ടിയുടെ വെബ്സൈറ്റിൽ കാണുന്ന ഒരു ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ച് ഏതോ ഒരു രേഖ എന്നൊന്നും പറയണ്ട. ഞാൻ ആധികാരികമായി വീണ്ടും പറയുന്നു, അങ്ങയുടെ പാർട്ടിയുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ള ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജാതി സംഘടനകളും പാർട്ടിയും എന്ന ഹെഡ്ലൈനിൽ നിങ്ങളുടെ ഒരു ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് 39 പാരഗ്രാഫ് ഉണ്ട്. അതിൽ 2 പാരഗ്രാഫിലെ 4 വാചകം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അത് മുഴുവൻ അങ്ങൊന്ന് വായിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങേക്ക് ലിങ്ക് അയച്ചു തരാം. അത് ഒഫീഷ്യലാണ്. നിങ്ങളുടെ പാർട്ടിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴുമുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇത്. അതിൽ നിന്നുള്ള പരിപൂർണമായ വ്യതിയാനമാണ്. അതിന് നിങ്ങൾ ന്യായീകരണം പറയണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് നിങ്ങളൊന്ന് ന്യായീകരിച്ചാൽ മതി. ശരി, ശ്രീ MD രമേശ്, അങ്ങേക്ക് മുഖ്യമന്ത്രിയോട് ഇത്രയും വീരാരാധന ഉണ്ടായിരുന്നു എന്ന് ശ്രീ രാജേഷ് ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതിനുള്ള മറുപടി. ഒപ്പം ഈ പറയുന്ന മാവേലിക്കരയും ഈ പറയുന്ന തരത്തിലുള്ള സീറ്റ് ചർച്ചകളും ഒക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം ഇവിടെ പോയതിനെ തെറ്റെന്നോ ഇതൊന്നുമല്ല. പക്ഷേ അദ്ദേഹം മഹിജയെ ഒന്ന് കാണാൻ തയ്യാറായിട്ടില്ല, ഇതുവരെ ശ്രീജിത്തിന്റെ കുടുംബത്തെ ഒന്ന് കാണാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് അതിനൊന്നും സമയമില്ല. അവരാരും എതിർ പാർട്ടിപ്പെട്ടവരല്ലോ. അവരെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അത് രാഷ്ട്രീയ സംഘടനപ്പെട്ടതല്ല, ഇതൊന്നും രാഷ്ട്രീയ സംഘടനത്തിന്റെ ഭാഗമല്ല. ഊരിപ്പിടിച്ച കഠാരയ്ക്കും വാളുകൾക്കും ഇടയിലൂടെ നടക്കും. പക്ഷേ പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയി പേടിയാണ്. മഹിജയുടെ വീട്ടിൽ പോകാൻ മടിയാണ്. ഞാൻ പറഞ്ഞ പേരിയെ പോയില്ല, മനസ്സിലാവും. പൊളിറ്റിക്സ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാർ പറഞ്ഞ് പോകുന്നില്ല. പക്ഷേ മഹിജയുടെ കാര്യത്തിലോ ശ്രീജിത്തിന്റെ കാര്യത്തിലോ അവിടെയെങ്കിലും ഒന്ന് പോകാൻ ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ. രാഷ്ട്രീയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് നിങ്ങളും പറയുമോ? അല്ല, അവിടെ എന്ത് ചർച്ച ചെയ്തു നമുക്കറിയില്ലല്ലോ. ആള് വെള്ളാപ്പള്ളിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ചർച്ച ചെയ്താൽ എന്താ അത് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട്? ചർച്ച ചെയ്തോട്ടെ. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളാപ്പള്ളി നടേശനെ വീട്ടിൽ പോയി കണ്ടതിനെ
അതിൻ്റെ ഒരു ഔചിത്യത്തെക്കുറിച്ചൊന്നുമല്ല നമ്മുടെ ചോദ്യം. എനിക്കതിൽ ഔചിത്യക്കുറവൊന്നുമില്ല, നിങ്ങൾ കണ്ടോളൂ. പക്ഷേ അങ്ങനെ കാണുമ്പോൾ ആ കാണുന്നതിന് രാഷ്ട്രീയമുണ്ട് എന്ന് ഒരു സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അതിൽ രാഷ്ട്രീയമേ ഇല്ല, അതൊരു ചായ കുടി മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കാണ് പ്രശ്നം, ഞങ്ങൾക്കല്ല. നിങ്ങളെന്തിനാണ് ചായ കുടി മാത്രമാണെന്ന് പറയുന്നത്? SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കണ്ടുകൊണ്ട് നിങ്ങൾ നവോത്ഥാനത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തോളൂ, വിരോധമില്ല. പക്ഷേ അത് കേവലം അറിയാതെ ഒരു ചായ കുടിക്കുക, ഒരു സർബത്ത് കുടിക്കും പോലെ, ഒരു നാരങ്ങാ വെള്ളം കുടിക്കാൻ ഒരു പെട്ടിക്കടയിൽ കയറിയതുപോലെ അറിയാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ എല്ലാവരും സാമാന്യ ബുദ്ധി ഇല്ലാത്തവരൊന്നല്ല MP രാജേഷ്, അങ്ങനെയൊന്നും പറയില്ല. ഇത് എല്ലാവർക്കും അറിയാം, എങ്ങനെയാണ് കണിച്ചുകുളങ്ങനെ പോകുന്നത് എന്നെല്ലാവർക്കും അറിയാം. അത് അംഗീകരിക്കാൻ നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർക്ക് മടിയുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല, കാരണം അദ്ദേഹത്തിന് വോട്ട് വേണം. MP രാജേഷ് പാലക്കാട് SNDP യോഗത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ ഇതൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ രാജേഷ് അങ്ങനെയല്ല. മുഖ്യമന്ത്രി തെക്കൻ കേരളത്തിൽ കുറേ സീറ്റൊക്കെ ജയിക്കാൻ ആഗ്രഹമുണ്ട്, നടക്കില്ല എങ്കിലും അതിൻ്റെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ SNDP യോഗത്തോടും വെള്ളാപ്പള്ളി നടേശനോടുമുള്ള നിങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് തുറന്നു പറയണമെന്ന ആവശ്യം മാത്രമേ ഞാൻ ഉന്നയിച്ചിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള വീരാരാധനയെക്കുറിച്ച് രാജേഷ് പറഞ്ഞല്ലോ, ഞാനതിനൊന്നും മറുപടി പറയുന്നില്ല. രാജേഷ് ഒന്നും പറയാൻ കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ നിങ്ങളുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാരെ തിണ്ണനിറങ്ങാൻ പോകുന്ന ആളല്ല ഞങ്ങളുടെ മുഖ്യമന്ത്രി. ഞങ്ങളുടെ മുഖ്യമന്ത്രി ആരെങ്കിലും അങ്ങോട്ട് പോയി കാണുന്ന ആളല്ല, ഇങ്ങോട്ട് വരണം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്. അതൊക്കെ മാറി ഒരു ദിവസം വളരെ സുസ്മേരവദനായിട്ട് അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വീട്ടിൽ കയറിപ്പോകുന്ന കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായൊരു സംശയമാണ്, ഇത് പഴയ പിണറായി വിജയനാണോ പുതിയ പിണറായി വിജയനാണോ എന്ന് സംശയിച്ചു പോയേ ഉള്ളൂ. നിങ്ങൾ വരച്ചു വെച്ച പിണറായി വിജയനിൽ നിന്നും ഇന്ന് കണിച്ചുകുളങ്ങരയിലേക്ക് കയറിപ്പോയ പിണറായി വിജയനിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ആ ഒരു സംശയം ഞാൻ രേഖപ്പെടുത്തുന്നില്ല. ഇതാണ് യഥാർത്ഥ പിണറായി വിജയൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. അതോ MP രാജേഷ് ഉൾപ്പെടെയുള്ള വീരാരാധനയോടുകൂടി നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച പഴയൊരു പിണറായി വിജയനുള്ളത് സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങി ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ പിണറായി വിജയനാണോ യഥാർത്ഥ പിണറായി വിജയൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അവസരത്തിനൊത്ത് സാമുദായിക നേതാക്കന്മാരുടെ കാല് പിടിക്കുന്ന പിണറായി വിജയനാണോ നിങ്ങളുടെ മുഖ്യമന്ത്രി, അതോ നേരത്തെ നിങ്ങൾ പ്രചരിപ്പിച്ച മുഖ്യമന്ത്രിയാണോ? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. ശരി, ഞാനൊരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ. സൂപ്പർ പ്രൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ MP രാജേഷ്, ഇന്നിപ്പോൾ പെരുന്നയിൽ ശ്രീധരൻ പിള്ളയും സുരേന്ദ്രനും പോയി, അതും സൗഹൃദ സന്ദർശനമാണോ? ഒന്ന്. രണ്ട്, പെരുന്ന ഈ കാര്യത്തിലെടുക്കുന്ന നിലപാടെന്താണ്? സർക്കാരുമായി വ്യത്യസ്ത അഭിപ്രായമാണ് എന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഗുണഭോക്താക്കൾ പ്രതിപക്ഷമായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രതിപക്ഷവും നിങ്ങൾ പ്രതിപക്ഷമായി യഥാർത്ഥത്തിൽ കാണുന്ന BJPയുമുണ്ട്. ഇവരിൽ ആർക്കാണ് ഈ പെരുന്നയെ കൂടുതൽ പ്രീണിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? NSSനെ സംബന്ധിച്ച് കോടിയേരി എന്ന് പറഞ്ഞത് വസ്തുതയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം NSS അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുള്ള ഗവൺമെൻറ്റുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുള്ള ഏക കാര്യം ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കലുമായി ബന്ധപ്പെട്ടാണ്. മറ്റെല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾക്ക് NSSൻ്റെ ഭാഗത്തു നിന്ന് പിന്തുണയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും NSSുമായി അഭിപ്രായ ഭിന്നതയോ ഏറ്റുമുട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ NSSന് മറിച്ചൊരു നിലപാടുണ്ട്. അവർക്കൊരു നിലപാടുണ്ടാവാം. ആ നിലപാടുണ്ടാവുന്നതിനെ ഞങ്ങളാരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കോടിയേരി പറഞ്ഞിട്ടുള്ളത്. അത് വസ്തുതയുമാണ്. അദ്ദേഹം പറഞ്ഞതൊരു വസ്തുതയുമാണ്. ഇപ്പോൾ NSS ഞങ്ങളുമായിട്ട് ശത്രുത ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ് BJPയും RSSും അതുപോലെ കോൺഗ്രസും എല്ലാം. പക്ഷേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം ആരോടും അത്തരത്തിൽ ശത്രുതാപരമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കാതിരിക്കുക എന്നതാണ്. പിന്നെ ഇവിടെ വെള്ളാപ്പള്ളിയോടൊരു ഗൂഢമായിട്ടുള്ള പക കോൺഗ്രസിനും BJPക്കുമുണ്ട്. ആ പക തീർക്കാൻ അവസരം നോക്കിയിരിക്കുമ്പോഴാണ് ഈ ചായകുടിയെ അതിനുപയോഗിക്കുന്നത്. CPMൻ്റെ ചെലവിൽ അത് വേണ്ട. നിങ്ങൾക്ക് പകയുണ്ടാവും, അതിന് ചില കാരണങ്ങളുമുണ്ട്. അത് ഞങ്ങളുടെ ചെലവിൽ തീർക്കരുത്. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച്, മാധ്യമങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ചാണകവെള്ളം മുതൽ ചായ വരെ CPMനെതിരെ കലക്കി വെച്ച് കാത്തിരിക്കുന്നവരാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ ചായകുടിയെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഈ വിവാദമെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമായിട്ട് അവസാനിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. CPMന് വെള്ളാപ്പള്ളിയോട് പകയില്ലേ രാജേഷേ? BJPക്ക് മാത്രമേ ഉള്ളൂ, CPMന് പകയില്ലേ? അല്ല, ഞങ്ങൾക്കങ്ങനെ ആരോടും പകയുടെ പ്രശ്നമൊന്നുമില്ല. ആണല്ലോ രാജേഷ്. ഇവിടെ ഇപ്പോൾ ശ്രീധരൻ പിള്ളയും ഒരു മിനിറ്റ് കൂടി,
അതേ CPM എന്തിനാ NSSന്റെ ജനറൽ സെക്രട്ടറിയെ മാടമ്പിയാണെന്ന് പറഞ്ഞത്? അതെന്തിനാ അത്? NSSന്റെ നേതൃത്വം മാടമ്പി ആണെന്ന് പറഞ്ഞല്ലോ, അതെന്താ അത്? അപ്പം നിങ്ങൾക്ക് എന്തിനാ രണ്ട് നിലപാട്? നിങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുന്ന പാർട്ടിയല്ലേ? നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് സൗഹൃദമാണ്. അങ്ങനെ സൗഹൃദം പുലർത്തുന്ന ഒരു പാർട്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമുദായിക സംഘടന നേതൃത്വത്തെക്കുറിച്ച് മാടമ്പി നേതൃത്വമാണ് എന്ന് പറഞ്ഞാൽ അതെന്ത് സൗഹൃദമാണ് രാജേഷേ? MT രമേശ് NSSുമായിട്ടും ഞങ്ങൾക്ക് നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുള്ളൂ. പിന്നെ കോടിയേരി കേരളത്തിലൊരു മുതിർന്ന നേതാവാണ്. ശ്രീ G. സുകുമാരൻ നായർ കേരളത്തിൽ വളരെ മുതിർന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ദീർഘകാലമായിട്ട് പരിചയമുണ്ട്. അത്തരം ആളുകൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന നിലയിൽ അതിനെ കണ്ടാൽ മതി. അല്ലാതെ NSSനോടോ NSSന്റെ നേതൃത്വത്തോടോ വ്യക്തിപരമായിട്ടൊന്നും ഒരു തരത്തിലുമുള്ള ശത്രുത ഞങ്ങൾ പുലർത്തുന്നവരല്ല. NSSനോടൊന്നല്ല, ആരോടും അത്തരത്തിലുള്ള ശത്രുത പുലർത്തുന്നില്ല. ഒരു സംവാദം വരുന്ന സമയത്ത് ചില പ്രയോഗങ്ങൾ അവർ മുതിർന്ന നേതാക്കൾ എന്ന നിലയിൽ നടത്തിയിട്ടുണ്ടാവും. ബൽറാം KR മീരയെക്കുറിച്ച് പറഞ്ഞതുപോലെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ശരി, അവസാനമായി ശ്രീ ജ്യോതികുമാർ ചാമക്കല, ഈ പെരുന്ന രണ്ടുപേരെയും ഒരേപോലെ കൈയച്ച് സ്വീകരിക്കുന്നുണ്ട്, രണ്ട് പ്രതിപക്ഷ പാർട്ടികളെയും. ഞാൻ എന്തായാലും ശ്രീ MB രാജേഷ് കോടിയേരി ബാലകൃഷ്ണനെയും സുകുമാരൻ നായരെയും ഒരുപോലെ പരിഗണിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം തുടർന്നും അവിടെ മത്സരിക്കുന്നു എന്ന് ഏകദേശം ബോധ്യമായതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പാലക്കാട് മത്സരിക്കുന്നുണ്ട്, ഏകദേശം നമുക്ക് ഉറപ്പിക്കാം, അതവിടെ നിൽക്കട്ടെ. ഇവിടെ NSSനെ സംബന്ധിച്ച് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. NSS ആദ്യം മുതൽ എടുത്തിട്ടുള്ള നിലപാട് അവർ ഈ വിശ്വാസ പ്രശ്നത്തിൽ മാത്രമാണെന്നേ. ആ വിശ്വാസ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് എതിരഭിപ്രായമുണ്ട് എന്ന് പറയുകയും അവരെ പരമാവധി പ്രകോപിപ്പിക്കുകയും ചെയ്തത് ഈ സർക്കാരാണ്. എത്ര അവർ തന്നെ പറയും, ഞങ്ങൾ കാല് പിടിക്കാൻ തയ്യാറായിട്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. പക്ഷേ ഒറ്റ വിഷയത്തിലുള്ള വ്യത്യസ്ത ആ ഒറ്റ വിഷയത്തിലുള്ള വ്യത്യസ്തത അവിടെയാണ് പ്രശ്നം. അവിടെ രാഷ്ട്രീയമായി അവരോട് എന്താ പറയുക, അവരോട് പക തീർക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു. തിരിച്ച് അവർക്ക് രാഷ്ട്രീയമായി അത് കാണേണ്ടി വരും. അവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ മേളിലേക്ക് കടന്നു കയറിയപ്പോൾ അവർക്കത് തിരിച്ച് അവർക്ക് എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുക? അത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. അത് വന്നപ്പോൾ ശരി നമുക്ക് ഒന്നാവാം എന്ന് പറഞ്ഞപ്പോൾ ആ പരിപാടി കൈവച്ചേരെ ഇനി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്. അത് NSSന് ആ നിലപാട് എടുക്കാൻ കഴിയും, അതെടുത്തു. അതെടുക്കുമ്പോൾ ഇനിയും ആയിക്കോട്ടെ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇല്ലയെന്ന് പറയുമ്പോൾ ഉടനെ മാടമ്പിന്ന് വിളിക്കുക. പിന്നെ ഈ അഭ്യാസമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ടെന്ന് പറയുക. ഇത് എല്ലാം സാമവും ഭേദം ദണ്ണം എന്നൊക്കെ പറയുന്ന എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് നോക്കുക, പക്ഷേ ഒന്നിലും വീഴുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.